सीप में मोती डालने वाला ला इलाहा इल्लल्लाह. സീപ്പ് മേ മോത്തി, ചിപ്പിയിൽ കൊണ്ടുപോയിട്ടൊരു മുത്ത്. ഡാലിനെ വാല, നിക്ഷേപിക്കുന്നവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരിലാഹില്ല. ഏകനായ തമ്പുരാനെ, സർവശക്തനെ, നിന്റെ ശക്തിക്ക് മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു തമ്പുരാനെ. നമ്പുരാനെ, നീയല്ലാതെ എന്തഭയം, നീയല്ലാതെ എന്ത് രക്ഷ, നീയല്ലാതെ എന്തൊരാലംബം, നീയല്ലാതെ എന്തൊരു സാന്ത്വനം, നീയല്ലാതെ എന്തൊരാശ്വാസം. ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ധിക്കാരത്തോടെ ഭൂമിയിൽ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുന്ന ആധുനിക കിങ്കരന്മാരുടെ മുമ്പിൽ ദൈവമേ നീയല്ലാതെ എന്താലംബം. ഓ സത്താറോ ഗഫാർ ഉഹി ഹേ, സത്താറും ഗഫാറും അല്ലാഹുവാണ്. ബന്ദോങ്കംഖാർ ഉഹി ഹേ, അടിമകൾക്ക് ദുഃഖമകറ്റുന്ന ആശ്വാസം നൽകുന്നവനും അവനാണ്. ഓ ഹേ സബ് കുച്ച് ജാനനെ വാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാം അറിയുന്നവനും അവൻ തന്നെയാണ്, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അവനാണ്, സകല അറിവിന്റെയും കേദാരം അവനാണ്. ഒരു ദൈവദൂതൻ ഒരു കടലിന്റെ മക്കത്തിരിക്കുകയാണ്, ശിഷ്യൻ ഒപ്പമുണ്ട്. അപ്പോൾ ഒരു പക്ഷി വന്നുകൊണ്ട് അതിന്റെ കൊക്കുകൊണ്ട് ഒരു തുള്ളി വെള്ളം കടലിൽ നിന്ന് കൊത്തിയപ്പോൾ ആ ദൈവദൂതൻ തന്റെ ശിഷ്യനോട് ചോദിച്ചുവത്രേ, നീ കണ്ടുപോയി കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത ഒരു ജലഗണം, ആ ജലഗണം എത്രയുണ്ടോ അത്രമാത്രമാണ് അല്ലാഹുവിന്റെ ഇൽമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. കടലേ കടലേ അല്ലാഹുവിന്റെ ഇൽമ്, അതിൽ നിന്ന് കൊത്തിയെടുക്കുന്ന പക്ഷിയുടെ കൊക്കിലെ ഒരു തുള്ളി വെള്ളം മാത്രമാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ളത്. എപ്പോഴാണ് ശാസ്ത്രത്തിന്റെ വിധിപ്രകാരം ഒരു മുത്ത് ജനിക്കുന്നതെന്നറിയുമോ? കോഴിക്കോട്ടെ കടപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നല്ല നിലാവുള്ള ഒരു രാത്രി വേണം, അശ്വതി നക്ഷത്രം തിളങ്ങണം, അപ്പോൾ തന്നെ മഴ പെയ്യണം, അപ്പോൾ കടലിന്റെ അടിയിൽ കിടക്കുന്ന ചെപ്പിന് മുകളിലേക്ക് വരാനുള്ള ആവേശം ജനിക്കുകയായി, മുത്ത് പറക്കാനുള്ള സമയമാണ്. സിംഹാസനത്തിൽ ആരൂഢനായ റബ്ബാണ്, അർശിന്മേലിരിക്കുന്ന തമ്പുരാനാണ്. എല്ലാം അവന്റെ അധികാര സീമയിൽപ്പെട്ടതാണ്. അവന്റെ റസൂലും അവന്റെ ദാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സീപ്പ് മേ മോത്തി, ചിപ്പിയിലൊരു മുത്ത്. ഡാലിനെ വാല, നിക്ഷേപിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരിലാഹുമില്ല. ഇത് പറയാനല്ലയോ പുണ്യ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ ത്യാഗങ്ങൾ, അങ്ങയുടെ ഉന്നതമായ അനുഗ്രഹങ്ങൾ, അങ്ങയുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഉഹുദിന്റെ മലയുടെ ചുവട്ടിൽ കിടന്ന് പുണ്യപാദങ്ങളിൽ നിന്ന് രക്തത്തിന്റെ തുള്ളികൾ ഓരോന്നായിട്ട് ഭൂമിയിൽ ഒഴുകി. അവിടുത്തെ പുണ്യപാദങ്ങളിൽ നിന്ന് ഇറ്റിറ്റ വീണ രക്തത്തുള്ളികളെ കൊണ്ട് നിറഞ്ഞു ഈ ഭൂമി. തായിഫിന്റെ മരുഭൂമിയിൽ പുണ്യ മുഹമ്മദിന്റെ രക്തം.